കരിമ്പനകളുടെയും കരിവീരന്മാരുടെയും നാട്, കേരളത്തിന്റെ നെല്ലറ, പാലക്കാട്. തെക്ക് നെല്ലിയാമ്പതി മലനിരകളാലും വടക്ക് വാളയാർ വനങ്ങളാലും ഈ നാടിന്റെ ജൈവ വൈവിധ്യം സമൃദ്ധമാണ്. കാട് വിട്ട് നാട്ടിലേക്ക് ബഹുദൂരം യാത്ര ചെയ്ത ഗജവീരന്മാരാണ് ഈ നാടിനെ മറ്റൊരു തരത്തിൽ ശ്രദ്ധേയമാക്കിയത്. എന്തിനവർ കാടിറങ്ങി വരുന്നു? അവിടെ തുടങ്ങിയതാണ് പാലക്കാട് വനംവകുപ്പിന്റെ അന്വേഷണം. ഇവിടെ 2010-11 ആന വന്നതാണ്. ഇവിടെ വീട്, കൃഷി, മറ്റുള്ള കാര്യങ്ങൾ ഒരുപാട് ഇവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആന വരുന്നത് പറഞ്ഞാൽ പിട്ടിലും കതിരാകുന്ന സമയത്താണ് വന്ന് തിന്നാൻ അതിനൊരു ഇതുള്ളത്. അത് കാരണം ആ സമയത്ത് എന്തായാലും കാട്ടിൽ എന്ത് കമ്പി കെട്ടിയാലും എന്തായാലും പൊളിച്ച് ആന വന്ന് നശിപ്പിക്കും. അതുപോലെ കണ്ടമാനം തെങ്ങുകൾ, വാഴകൾ, ഇത് കംപ്ലീറ്റ് തിന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഒരു 10 വർഷമാണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇത് 2 പോലെ എടുക്കുന്ന സ്ഥലമാണ്. ഒരു വഴിയില്ല. നല്ല സമയത്ത് കതിരും കായും ആകുമ്പോഴാണ് വന്ന ആനകൾ തിന്നിട്ട് ഒന്നും ഇല്ലാണ്ട് ആക്കിക്കൊണ്ട് പോണത്. ഒരു കൃഷിക്കാരന്റെ സ്വപ്നം മുഴുവൻ അതോടുകൂടി പോവാണ്. ആന ആ ഫോറസ്റ്റിനോട് ചേർന്ന് വന്ന് വാഴത്തോപ്പിൽ വന്ന് എല്ലാ വാഴകളൊന്നും ആന ഇഷ്ടപ്പെടുന്നില്ല. ഞാലിപ്പൂവൻ, നാട്ടുപൂവൻ, അങ്ങനത്തെ വാഴ വന്ന് കൊലച്ച വാഴ വന്ന് പിടിച്ച് അത് ചവിട്ടി അതിൻ്റെ ഉണ്ണിത്തണ്ട് മാത്രം ഭക്ഷിച്ചിട്ട് കൊല വേസ്റ്റ് ചെയ്ത ആന കാട്ടിലേക്ക് തിരിച്ചു കയറി പോവുമായിരുന്നു. ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്ന സമയം എല്ലാവരും പറയുന്നത് ഈ അടുത്ത കാലമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. നേരത്തെ ഈ പ്രശ്നങ്ങളില്ല, പിന്നെ കാട്ടിലോ തീറ്റയില്ല, വെള്ളമില്ല, അതുകൊണ്ടാണ് ആന ഇറങ്ങുന്നത്. ചക്ക, മാങ്ങ ഉണ്ട്. നേരത്തെ ആനയുടെ സീസണാലിറ്റി, ഏത് സീസണിലോ ആണ് ആന വരുന്നത്, എന്നാണ് കോൺഫ്ലിക്ട് കൂടുതലുള്ളത്, നമ്മ സയന്റിഫിക് ആയിട്ട് ഒരു ഡേറ്റ റെക്കോർഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സോ ജനങ്ങൾ പറയുന്നതല്ല, അവരോട് ട്രഡീഷണൽ നോളജ് ഉള്ളത് കൊണ്ട് അവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിച്ചിട്ട് ആ ആംഗിളിലാണ് നമ്മൾ അന്വേഷണം തുടങ്ങിയത്. തുടങ്ങിയിട്ട് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഓൺലി നമുക്ക് ശല്യക്കാർ ആണെങ്കിൽ കൊമ്പന്മാർ മാത്രമാണ്. മറ്റേ കൂട്ടമിന്റെ പ്രസൻസ് നമ്മ റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് കുറെ കൂട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ധോനി ഫോറസ്റ്റിലും കുറെ കൂട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ആ കൂട്ടം ഒന്നും ചക്കക്ക് വേണ്ടി, മാങ്ങക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. സോ ഓൺലി കൊമ്പന്മാരാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ അന്വേഷണം തുടങ്ങിയത്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളൊക്കെ പനമ്പഴം, പിന്നെ ചക്ക, മാങ്ങ ഇതൊക്കെയാണ് തിന്നുന്നത്. ഒരു കൃഷിക്കാരൻ്റെ ഒരു വേദനയാണ്. അവൻ മറ്റുള്ള കടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തിട്ടാണ് അതിൽ കൊണ്ട് കിട്ടുന്നത്. ആന തിന്നു, മയില് തിന്നു, എല്ലാം തിന്നിട്ട് പിന്നെ അവൻ എന്താ കിട്ടുന്നത്? ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൃഷിക്കാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കി കടവും ഭാര്യയുടെ കെട്ടുചെയിനടക്കം വെച്ച് കൊണ്ടുവന്നിട്ട് കൃഷിയാക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് പെട്ടിലും കതിരും വിളയിലും കണ്ടത്തോടെ ഇറങ്ങി നടന്ന് എല്ലാം നശിപ്പിച്ച് ഇതായിക്കൊണ്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഒരു രക്ഷയില്ലാത്തൊരു ചുറ്റുപാട്. ഫോറസ്റ്റ് ഏത് കാരണവശാലും എന്തെങ്കിലും ഒരു വഴി ഗവൺമെൻറ് ചെയ്ത് തരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. 2008 മുതലാണ് ആനകൾ അത്യാവശ്യമായി ഓരോന്നും പുറത്തു വരാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് നമുക്ക് ഫെൻസിങ് ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അയ്യപ്പൻ മല മുതൽ വേലഞ്ചേരി വരെ ഒരു 4 കിലോമീറ്റർ ഫെൻസിങ് ചെയ്തു. അപ്പോൾ ആ ഫസ്റ്റ് തന്നെ ഫെൻസിങ് ചെയ്ത കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ആനയ്ക്ക് നല്ല പേടിയായിരുന്നു. ഈ ഫെൻസിങ് തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഷോക്ക് അടിക്കും, ആന തിരിച്ചു പോകും, പാടത്തിറങ്ങാതെയായി. പാൽഘാട്ട് ഗ്യാപ്പിലോ സ്വാഭാവികമായിട്ട് പ്ലെയിൻ ഏരിയാസ് ആണ് ഉള്ളത്. ഈ പ്ലെയിൻ ഏരിയാസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഹില്ലി ഏരിയാസ് ആണ് കൂടുതൽ ഉള്ളത്. 80% ഏരിയ, സോ 50% സ്ലോപ്പിൻ്റെ മുകളിലുള്ള ഏരിയാസ് ആണ്. സോ ഈ പ്ലെയിൻ ഏരിയാസിലാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത്. ഇതേ പാൽഘാട്ട് ഗ്യാപ്പിലോ പ്ലെയിൻ ഏരിയ ആയതിനാൽ സോ ഒരുപാട് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഇതിലോ വന്നതാണ്. സോ കുറേ ഡെവലപ്മെന്റ്സ് ലൈക്ക് 1970 ശേഷം ഒരു റെയിൽവേ ലൈൻ ബി വന്നിട്ടുണ്ട്. സോ ഏകദേശം 13 കിലോമീറ്റർ അത് ആൾമോസ്റ്റ് റിസർവ് ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയിലോ ആണ് പോകുന്നത്. പിന്നെ MCL, പിന്നെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയാസ്, ഇങ്ങനെ ഒരുപാട് ഡിസ്റ്റർബൻസസ് ഇതേ പാൽഘാട്ട് ഗ്യാപ്പിൽ വന്നിട്ടുണ്ട്. സോ ആനയ്ക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഏരിയ, കണ്ടിന്യൂസ് ഏരിയ വളരെ വളരെ കുറവായി പോയത്. ഹാബിറ്റാറ്റിൻ്റെ ഷ്രിങ്കേജ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. റിസോഴ്സസിൻ്റെ പ്രഷർ കൊണ്ട് അറ്റ് ദ സെയിം ടൈം ഹൈലി ന്യൂട്രീഷ്യസ് ഫുഡ് അവൈലബിൾ ആണ്. ചാക്ക് കടന്ന് തെക്കിട്ട് വരുന്ന പറഞ്ഞാൽ ഈ നെല്ല് വന്ന് കാട്ടിനുള്ളിൽ വന്ന് തിന്ന രുചി കണ്ട ആണം മാത്രമേ വരുള്ളൂ. ബാക്കിയുള്ളതാണെങ്കിൽ ഏതും വരില്ല. കൂട്ടങ്ങൾ വന്നാൽ ചാക്കിൻ്റെ കുറച്ച് പില്ല് തിന്നും, പിന്നെ അങ്ങനെ തന്നെ ഉള്ളിൽ കയറും. ഈ ഉള്ളിൽ വന്ന് തിന്നിട്ട് ഈ പന, നെല്ല് ഇതൊക്കെ തിന്നാണെങ്കിൽ മാത്രം തന്നെ തെക്കിട്ട് വരുള്ളൂ. നെല്ല് നല്ല പാല് പിടിച്ച് ഇതായിരിക്കുമ്പോൾ അപ്പോൾ അത് തിന്നാൻ നല്ല മധുരം ഉണ്ടാകും. ആ ഈ സമയത്ത് വരുള്ളൂ.
അത് വിട്ട് പിന്നെ ഈ നെല്ല് തീർന്നു പോയാൽ പിന്നെ അടുത്ത് ചോളമാണ്. ഈ സീസൺ തീർന്നാൽ പിന്നെ വരില്ല. പിന്നെ പണമ്പളത്തിൻ്റെ സീസണ്. പണമ്പളം സീസണിൽ പണി അവിടെ ഇരിക്കുന്നു, അവിടെയൊക്കെ പോകും. നമ്മുടെ കൃഷി ചെയ്യുന്ന നെൽ കൃഷി വളരെ വളരെ ന്യൂട്രീഷ്യസ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ആന പുറത്തേക്ക് വരുന്നത് ആണ് മനസ്സിലായത്. നമുക്ക് ഒരു ആന ട്രെയിൻ ഹിറ്റായിട്ട് അതിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയം അതിന്റെ നമ്മ സ്കിൻ ഒബ്സർവ് ചെയ്ത ഒരു 25 സെന്റിമീറ്റർ തിക്നെസ്സിലോ നല്ല ഫാറ്റ് ഉള്ള സ്കിന്നാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. സോ വേറെ ഒന്നും കാട്ടിലേക്ക് പോകാതെ ജസ്റ്റ് കുറച്ച് കൃഷിനാശനം ഉണ്ടാക്കിയിട്ട് സോ അവർ ഇത്ര മാസ് ഗെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. സോ പിന്നെ നമ്മൾ ഇന്നൊരു ഒബ്സർവേഷൻ നമ്മൾ മനസ്സിലായത് മതപ്പാട് തുടങ്ങിയിട്ട് ശേഷം ആന ജനറലി ജനവാസം മേഖലയിലോ ഒഴിവാക്കിയിട്ട് കാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രണ്ട് കോറിലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലായത് ഓക്കെ മസ്ത് സീസണിക്ക് വേണ്ടി പ്രിപ്പറേഷനുക്ക് വേണ്ടിയാണ് ആന ഈ കൊമ്പന്മാർ മാത്രമേ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ വനത്തിലാണ് നമ്മൾക്ക് സാധാരണയായിട്ട് ആനകൾ വന്ന് എത്തിച്ചേരാറുള്ളത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ഥലമാണ്, മറ്റുള്ള അവിടെ ജനവാസ മേഖലയുമാണ്. ഇതിലാണ് വന്നിട്ട് തമ്പടിക്കുന്നത് ആനകൾ. ചെറിയ ഫോറസ്റ്റ് ബിറ്റ്സിലോ എന്തുകൊണ്ടാണ് ആന അവിടെ തമ്പടിക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടെ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ലൈക്ക് അത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്, ആരും കുറേ വർഷങ്ങളായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. ജനവാസം അത്ര കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അകത്തേക്ക് പോകുന്നില്ല. സോ ചുറ്റും നല്ല പാടങ്ങളാണ്. സോ സുഖമായിട്ട് ആന കൂടുതൽ ദൂരം പോവാതെ നൈറ്റ് പെട്ടെന്ന് ഒരു 10 മീറ്റർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സുഖമായിട്ട് ക്രോപ്പ് റൈഡിങ് ചെയ്തിട്ട് തിരിച്ച് വരാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തത് ആനയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്താണോ ആനയ്ക്ക് അത് ഫേവറബിൾ ഇല്ലാത്ത രീതിയിലോ ചെയ്യണം. സോ അണ്ടർഗ്രോത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ആനയുടെ വിസിബിലിറ്റി കൂടുതലാവും. സോ വിസിബിലിറ്റി കൂടുതലായിട്ട് ശേഷം നമ്മൾ നോട്ടീസ് ചെയ്ത ഫസ്റ്റ് ഒബ്സർവേഷൻ ആന ഇനി അവിടെ നിന്ന് മാറിയിട്ട് ഫോറസ്റ്റിലേക്ക് പോകാൻ തുടങ്ങി. അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ലൈക്ക് ആനയുടെ ഓരോരോ ആനയുടെ സെപ്പറേറ്റ് ആയിട്ട് ബിഹേവിയർ പഠിക്കാൻ വേണ്ടി ഈ ആനകൾ നമ്മൾ ഓരോ പേരിട്ടുണ്ട്. പാലക്കാട് ടസ്കേഴ്സ്, അത് PT എന്ന ഷോർട്ട് നെയിം വെച്ചിട്ട് ഞങ്ങൾ ഓരോന്നിനും ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. PT1, PT2, PT3 അങ്ങനെ ഏകദേശം കുറേ ആനകൾ നമ്മൾ പേരിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ആനകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആനകളുടെ കൊമ്പും അതുപോലെ തന്നെ ചെവി, ആനയുടെ ബാക്കിലെ ആ ഒരു നട്ടലിൻ്റെ ഭാഗം, ആനയുടെ ഫുട് പ്രിൻസിൻ്റെ അത് കാൽപ്പാടിൻ്റെ വലുപ്പം ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഏത് ആനയെ ഐഡൻറ്റിഫൈ ചെയ്യും. എപ്പോൾ ആണ് മസ്തിലേക്ക് പറയുന്നത്, സോ എങ്ങനെയാണ് അതിൻ്റെ ബിഹേവിയർ, എന്താണ് നമ്മൾ ഓടിക്കുന്ന സമയം തിരിച്ച് നമ്മൾ ചാർജ് ചെയ്യും, എന്താണ് ചാർജ് ചെയ്യാതെ നമ്മൾ ഓടിക്കുന്ന സമയം അവിടെ നിന്ന് മാറിപ്പോവും. സോ ഇങ്ങനെ ഓരോരോ ആനയാണ് പഠിച്ചിട്ട് ഉള്ള വാച്ചർമാരെല്ലാവരും ഈ ഇൻഫർമേഷൻ നമുക്ക് പാസ് ഓൺ ചെയ്തിട്ട് ശേഷം 2018 കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ഇതുവരെ ഒരു ഹ്യൂമൻ ഡെത്ത് ഉണ്ടായിട്ടില്ല. ആന ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോകും. ആന എവിടെയാണെന്നുണ്ടെങ്കിൽ പാടത്താണെങ്കിൽ ഓടിച്ച് കയറ്റും. അവിടെ പോയി ആനൻ്റെ കാൽപ്പാട് നോക്കി പോയി ചിലപ്പോൾ ആന പിണ്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നോക്കി പോകുമ്പോൾ ചിലപ്പോൾ ഒന്നിലേക്ക് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കണ്ട, അല്ലെങ്കിൽ തീറ്റ തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ആനനെ അപ്പോൾ ഒരു കാട്ടിൽ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഓടിക്കുന്ന ഇടയിൽ പുഴ കടന്ന് പിന്നെ ഒരു പ്രൈവറ്റ് സ്ഥലം കടന്ന് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, അത് കടന്നിട്ട് പിന്നെ ഒരു കാട് കടന്ന് പിന്നെ മെയിൻ റോഡ് കഞ്ചിക്കോട് മലമ്പുഴ പറഞ്ഞ മെയിൻ റോഡാണ്, അതും കടന്ന് കോങ്ങാട്ടുപാടം വഴി അയ്യപ്പൻമല ഭാഗത്തേക്ക് ആന എത്തിക്കാൻ വളരെ ശ്രമമേറിയ ഒരു ജോലി തന്നെയാണത്. അതായത് നമ്മൾ ഈ ട്രാക്ക് കടക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ സാന്നിധ്യം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഈ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ട്രെയിന് ഇല്ലയെന്ന് സാന്നിധ്യം ഈ 10 മിനിറ്റിൽ വേണം നമുക്ക് ആനയെ അങ്ങോട്ട് എത്തിക്കാൻ. ഞങ്ങളിങ്ങനെ ആന തിരഞ്ഞ് നോക്കിയിട്ട് വരുന്ന സമയത്ത് ആന നിൽക്കുന്നുണ്ടാവും ചുരുളി ഇങ്ങനെ ഒരു 10 മീറ്ററൊക്കെ ദൂരെ അടുത്ത് പോയിട്ടെങ്കിൽ 12 അടുത്ത് പോയി പെടും. അപ്പോൾ ആന നിൽക്കുന്നു പറയും. പെട്ടെന്ന് നോക്കി നമ്മുടെ പരിചയമുള്ള ആനയായിരിക്കും, പോടാ എന്ന് പറഞ്ഞ് പടക്കം പൊട്ടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. അത് നേരെ പോവുകയും ചെയ്യും. നേരിട്ടൊന്നും ഓടിയിട്ടൊന്നും വരില്ല. നമ്മൾ രാവിലെ നേരത്തെ ഓടിച്ചാൽ അത് 11 മണീൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കണം. വേനൽക്കാലം ആണെങ്കിൽ അവസാനിച്ചില്ലെങ്കിൽ ആന നമ്മൾ എത്രത്തോളം ഓടിക്കുന്നു അത്രയും ആനയ്ക്ക് ക്ഷീണം തട്ടുമ്പോൾ ആന തിരിച്ച് നമ്മളെ ഓടിക്കുന്ന ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. RRT എന്ന് പറഞ്ഞാൽ
റാപ്പിഡ് റെസ്പോൺസ് ടീം, ദ്രുത പ്രതികരണ സേന. ഈ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ്. പാലക്കാട് RRTയുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ആളുകൾ സജീവമായിട്ടുള്ള സന്ധ്യാസമയത്ത് തന്നെ നമ്മൾ പെട്രോളിങ്ങിനായിട്ട് പോകുന്നു. ഫെൻസിങ്ങുകളിലെ ബാറ്ററികളും എനർജൈസുകളും നമ്മൾ പരിശോധിക്കും. ഫെൻസിങ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പെട്രോളിംഗ് നടത്തും. കൂടാതെ ആളുകൾ ആരെങ്കിലും കൃഷിസ്ഥലത്ത് ആനകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിളിച്ച ഉടനെ തന്നെ നമ്മൾ ആ സ്ഥലത്തെത്തി ഈ ആനകളെ ലോഞ്ചർ, പടക്കം എന്നിവ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്ത് കാട്ടിൽ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. രാവിലെ നമ്മൾ ഫെൻസിങ്ങുകൾ വീണ്ടും പരിശോധിച്ച് ആനകളുടെ ട്രാക്കിംഗ് എല്ലാം നോക്കി ഏത് വഴിക്കാണ് കയറിപ്പോയിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ നോക്കി തിരിച്ചെത്തുകയാണ് പതിവ്. പുതിയതായിട്ട് ഒരു പരിപാടി പാലക്കാടിൽ ചെയ്തത് കുങ്കി ആനകൾ ഉപയോഗിച്ചിട്ട് ആനനെ ഓടിക്കാനുള്ള പരിപാടിയാണ്. പാലക്കാടിൽ 3 കുങ്കി ആനകളാണ് ഉള്ളത്. നീലകണ്ഠൻ, സുരേന്ദ്രൻ, അഗസ്ത്യൻ. സോ ഈ 3 ചെറിയ ആനകളാണ്, ബട്ട് സ്റ്റിൽ ഒരു പേടിയില്ലാത്ത നല്ലപോലെ ട്രെയിനായിട്ട് കാട്ടാനകളിനെ സക്സസ്ഫുള്ളായിട്ട് തിരിച്ച് കാട്ടിലേക്ക് ഓടിച്ചത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ബിക്കോസ് കാട്ടാനകൾ പോലെ നമ്മുടെ കുങ്കി ആനകൾ മസ്തിലേക്ക് പോകും, മതപ്പാടിലേക്ക് പോകും. മതപ്പാടിലേക്ക് പോയ സമയം അത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല ആ 3 മാസം കാലം. ചില ആനയുണ്ട് വളരെ സൈലൻ്റാണ്. ചില ആന ഭയങ്കര ബുദ്ധിപരമായിട്ട് നമ്മളെ ആക്രമിക്കാനും കൃഷി മനഃപൂർവ്വം കളയുന്ന പോലെ അത് അതിച്ച് കയറി വരുന്നുണ്ട്. ചില ആന ഈ പൈനാപ്പിളിൽ കൂടെ പോയ ഒറ്റ പൈനാപ്പിൾ തിന്നലും. ആന എതുക്ക് വന്നിട്ട് ആരുന്നാളും പോയി പടുമ്പോൾ ആണയും പേടിച്ചിട്ട് വന്ന് പിടിക്കുന്നതാണ് ആൾക്കാരനെ തട്ടുന്നത്. ഒരിക്കലും ആന ആളിനെ കൊല്ലാൻ വേണ്ടി ഏത് സാധനവും നിൽക്കില്ല. അതിന് പറ്റില്ല പറഞ്ഞാൽ അത് പേടിക്കുമ്പോൾ തന്നെ പടുള്ളൂ. അതേ അങ്ങനെ തന്നെ പടുള്ളൂ. പല അതിനൊരു ഉപദ്രവിക്കണം, പിടിക്കണം, ഷൂട്ട് ചെയ്യണം അങ്ങനെ ഒരു വിചാരമൊന്നും നമ്മൾക്ക് അതിനോട് ഇല്ല. അതാണ് ഞാനൊരു ആനെ സ്നേഹിക്കുന്നതാണ്. ഞങ്ങൾ മാക്സിമം ആ ടൈമുകളിൽ ഞങ്ങൾ ഒരു 6 മണി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേര് വന്ന് അതിനെ നോക്കി അത് വെള്ളം കുടിച്ച് എന്നാൽ ആ ശേഷം ഞങ്ങളുടെ പാടത്തേക്ക് വരുന്ന ആ സമയത്ത് മാത്രമേ ഞങ്ങളൊരു പടക്കം പൊട്ടിച്ച് മുടുക്കാറുള്ളൂ അതിനെ. അതുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിച്ചില്ല, ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. ഇനിയും ഉപദ്രവിക്കാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നമ്മൾ അബ്സർവ് ചെയ്ത് പാലക്കാടിലെ ജനങ്ങൾ ജനറലി ആനപ്രേമികളാണ്. ബട്ട് ഇങ്ങനെ ഈ ഹ്യൂമൻ ഡെത്ത് വന്നിട്ട് ശേഷമാണ് അവർക്ക് ഒരുപാട് നെഗറ്റീവ്നെസ്. സോ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ചെയ്യുന്നില്ല, ഡിപ്പാർട്ട്മെന്റ് ഒരു ആക്ടിവിറ്റി നടപ്പിലാക്കുന്നില്ല എന്ന ഒരു നെഗറ്റീവ്നെസ് വരുന്നത്. 2017 കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2018 ആനയുടെ കോമ്പൻസേഷൻ, കൃഷിനാശനം കുറവായിട്ടുണ്ട്. ഇത് ഒരു ആംഗിളാണ് ജനങ്ങൾക്ക് ആന నుండి വരുന്ന പ്രശ്നങ്ങൾ. രണ്ടാമത് നമ്മൾ ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് വെച്ചിട്ട് ആനക്ക് വരുന്ന പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ ഓരോ ഭാഗത്തു നിന്ന് ആന ഇപ്പോൾ ഈ വർഷം തന്നെ 3-4 ചരിഞ്ഞു. ഒന്ന് ട്രെയിനിൽ പെട്ടു, ഒന്ന് ഇലക്ട്രിക്കൽ ലൈനിൽ പെട്ടു, ഇതവിടെ ട്രെയിനിൽ പെട്ടു. നല്ല കൊമ്പൻ ആനകളൊക്കെയാണ് മറിയണത്. ഈ എർത്തടിക്കുക, ട്രെയിൻ അടിക്കുക, ഇതൊക്കെ സംഭവിച്ചിട്ടാണ് ഇത്രയും ആനകൾ ചെരിയണത്. അതൊക്കെ അവിടെ കറക്റ്റായിട്ട് അവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ആന ഇങ്ങോട്ട് വന്ന് മരിക്കാനോ ഇല്ലെങ്കിൽ ട്രെയിനിൽ പെടാനോ പോസ്റ്റിൻ്റെ മേലെ വീണിട്ട് ആനൻ്റെ മേലെ വീണ് ചാകാനോ ഒരിക്കലും അതും ഇതുണ്ടാവില്ല. ഈ ആനയ്ക്ക് ഇതൊരു പ്രശ്നമല്ല. കാരണം ഇത് ഒരു മരം തള്ളിയിട്ട് പുറത്ത് വരുന്നു, ഈ അപകടം ആന അറിയുന്നില്ല. അല്ലെങ്കിൽ ട്രെയിൻ തട്ടുന്നുണ്ട്, ട്രെയിൻ വരും, അല്ലെങ്കിൽ വൈദ്യുതിയിൽ പിടിച്ചാൽ അത് നമുക്ക് അപകടമാണെന്നുള്ളത് ആന അറിയുന്നില്ല. ആനേൻ്റെ ഇതിനു വേണ്ടി നമ്മൾ തീറ്റയ്ക്ക് വേണ്ടി തേടി ഇറങ്ങുമ്പോഴാണ് ഈ അപകടങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഈ ഭാഗത്ത് കാട്ടാനകൾ എപ്പോഴും കൂട്ടമായിട്ടും ഒറ്റയായിട്ടുമൊക്കെ ട്രാക്കിൽ കൂടെ ക്രോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ വാച്ചർമാരെ വെച്ചിട്ടുണ്ട്. കൂടെ സ്റ്റാഫ് ഉണ്ടാവും. രാത്രി 6 മണി ടു രാവിലെ 6 മണി വരെ പെട്രോളിംഗ് ഉണ്ടാവും. പിന്നെ വാച്ച് ടവറിൽ ഇന്നും നോക്കും. പിന്നെ ആന ട്രാക്ക് ക്രോസ് ചെയ്യുന്ന സമയം നമ്മൾ കാണുകയാണെങ്കിൽ റെയിൽവേക്ക് വിവരം അറിയിക്കുകയും നമ്മൾ മേലധികാരിക്കും വിവരം കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഈ റെയിൽവേക്ക് ഇൻഫോം ചെയ്യുമ്പോൾ ഇന്ന ഭാഗത്ത് ഇന്ന പോസ്റ്റിൻ്റെ ഇന്ന കിലോമീറ്റർ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ആണ് നമ്മൾ ഇൻഫോം ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് അവർ സ്പീഡ് കുറയ്ക്കുകയും ഹോൺ അടിച്ച് പോവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആനകളെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. ഒന്നേ കാടിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആനകൾ കാട്ടിലുണ്ട്. അല്ലെങ്കിൽ പണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ വീട്ടിലത്തെ ഭക്ഷണം കഴിക്കും. എന്നുവെച്ചാൽ ഇപ്പം എല്ലാ ജനങ്ങളും
ഹോട്ടലിലേക്ക് പോലെ രുചിയുള്ള ഭക്ഷണം അതേ രീതിയിൽ കാട്ടിൽ കിട്ടാത്ത ഭക്ഷണ സാധനങ്ങളുള്ളതുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് പോകും. അതുകാരണം മലയിൽ നിന്ന് ആനകൾ വരാത്ത രീതിയിലുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്താലോ ആനൻ്റെ മരണങ്ങൾ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഇലക്ട്രിക് ഫെൻസിംഗ് ഒന്നും ഒരു ശാശ്വത പരിഹാരമല്ല. എല്ലായിടത്തും ട്രെഞ്ച് ഒന്നും ശരിയാവുകയല്ല, കാരണം എന്നാ കാര്യങ്ങളില്ല. അപ്പം കണ്ടെടുത്തോളം ഏറ്റവും നല്ലത് റെയിൽ ഫെൻസിങ് ആണ്. അത് ഭയങ്കര ചിലവാണ്. സോ നല്ല വേലി കെട്ടണം, കാട് നാട് വേർതിരിച്ചിരിക്കണം, റെയിൽ ഫെൻസിങ് ചെയ്യണം, ഇല്ലാണ്ട് മതിൽ കെട്ടണം, കാട്ടിലോ നിർത്തണം, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതാണ് ജനറലി ശാശ്വത പരിഹാരമായിട്ട് ജനറലി ജനങ്ങൾ പറയുന്നത്. നമ്മ ഒരു കൃഷിക്കാരൻ്റെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ 1 ഏക്കർ നെല്ല് കൃഷി ചെയ്ത ആൾക്കാർക്ക് 3 മാസം 4 മാസം നെല്ല് കൃഷി കഴിഞ്ഞിട്ട് ശേഷം അദ്ദേഹർക്ക് പെർ ഏക്കർ കിട്ടുന്നത് ഒരു 30,000 പ്രോഫിറ്റാണ്. ഈ കിട്ടുന്ന തുകലോ ആന വന്നിട്ട് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ, പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാവസ്ഥ നമുക്കെല്ലാവർക്കും ആലോചിക്കാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ഇല്ല, നമ്മുടെ പോലെ ഉള്ള ഒരു സ്പീസീസാണ്. സോ അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ എങ്ങനെ ഉണ്ടാവും, സോ ഇതെല്ലാം പഠിക്കാതെ നമുക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. സോ അത് കണ്ടെത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വനവകുപ്പ് ചെയ്യുന്ന ഒരു ശ്രമം. എത്ര വേഗം നമ്മ വനവകുപ്പ് ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ സോ അത്ര വേഗം നമ്മ ഈ കൃഷിക്കാരൻ്റെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അത്രയ്ക്ക് നമ്മ ഈ ആനനെ സംരക്ഷിക്കാൻ പറ്റും. ആനകളില്ലായിരുന്നെങ്കിൽ പശ്ചിമഘട്ടം ഇന്ന് കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കാണപ്പെട്ടേനെ. അവയിലൊന്നും ഇപ്പോഴുള്ളതുപോലെയുള്ള ജൈവ വൈവിധ്യം ഉണ്ടാകാതെ പോയനെ. ഇവിടുത്തെ ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ആനകൾക്ക് നിർണായകമായ പങ്കുണ്ട്. അതുകൊണ്ടാണ് ആനകളെ കീ സ്റ്റോൺ സ്പീഷീസ് എന്ന് വിളിക്കുന്നത്.